എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്ക് ഇന്നൊരു സേമിയ മഷ്റൂം കിച്ചടി ഉണ്ടാക്കിയാലോ? കിച്ചടി എന്ന് പറയുന്ന ഒരു ബിരിയാണീൻ്റെ അല്ല, ഒരു എന്താ പറയണ്ട, ഒരാളെമ്മേൻ്റെ മോളോ അങ്ങനെ എന്തും പറയുക. നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ് ഇത്. അപ്പോൾ ഞാൻ കുറച്ച് പുതിന പറിച്ചെടുക്കട്ടെ. ഒരു 20-25 ഇല അത്രയേ വേണ്ടൂ. പുതിന പറിച്ചെടുത്തിട്ട് നമുക്ക് ബാക്കി മല്ലിയില എൻ്റെ എല്ലാം ഉണങ്ങിപ്പോയി. 200 ഗ്രാം മഷ്റൂം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് 4ആയിട്ട് മുറിച്ചെടുക്കാം. ഇതിങ്ങനെയാണ് മുറിക്കാവും, അധികം ചെറുതാക്കണ്ട. ഒരു കടായി അടുപ്പിൽ വെച്ച് ചൂടാകട്ടെ. ചൂടായാൽ അതിൽ നമുക്ക് 2 കപ്പ് സേമിയ ചേർത്ത് വറുത്തെടുക്കാം. 2 കപ്പ് സേമിയ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതിൽ ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ട് വറുത്തെടുക്കാം. നെയ്യ് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാം കേട്ടോ. നെയ്യ് തന്നെ ചേർക്കണം നിർബന്ധമൊന്നുമില്ല. ഞാൻ എൻ്റെ കയ്യിൽ അന്നേരം കിട്ടിയത് നെയ്യ് ആയതുകൊണ്ട് നെയ്യ് ചേർത്തുന്നേ ഉള്ളൂ. എൻ്റെ മോളെന്നോട് ചോദിച്ചാൽ ആദ്യം നെയ്യ് ഒഴിച്ചിട്ട് അതിൽ സേമിയ ഇട്ടുകൂടെയെന്ന്. അങ്ങനെയും ചെയ്യാം, ഒന്നും കുഴപ്പമില്ല. ഇതൊന്ന് മൂക്ക വറുത്തെടുക്കണം. വറുത്ത് ആയി വരുമ്പോഴത്തേക്ക് അപ്പുറത്തെ അടുപ്പിൽ ഒന്നിൽ വെള്ളം അടുപ്പത്ത് വെക്കുക. ഇത് ഇട്ട് വേവിക്കാനുള്ള വെള്ളമാണ്. ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. അതിന് നമുക്ക് ഇത് ഇറക്കി മാറ്റി വെക്കാം. ഈ വെള്ളത്തിൽ ആവശ്യത്തിന് ഉപ്പ്, സേമിയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപ്പാണ്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കുറച്ച് നെയ്യ് ഇതിൽ ഊറ്റിച്ച് കൊടുക്കുക. നെയ്യ് എന്നല്ല, അതും വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുക ആവശ്യത്തിനുള്ളത്. കാരണം അത് കുറച്ചേ വേണ്ടൂ, ഒരു 1/4 ടീസ്പൂൺ. അത് ഈ സേമിയ ഒന്നോടൊന്നും ഒട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഈ സേമിയ ചേർത്ത് കൊടുക്കാം. സേമിയ ചേർക്കുമ്പോൾ സ്റ്റൗവിൻ്റെ തിരി താഴ്ത്തി വെക്കാൻ ശ്രദ്ധിക്കണേ. 3/4 വേവ് വേട്ടെ. അത് അവിടെ ഇരുന്ന് വേകുമ്പോഴത്തേക്ക് നമുക്ക് മറ്റുള്ള സാധനങ്ങൾ എന്തെല്ലാം വേണ്ടതെന്ന് നോക്കാം. ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം ഒന്ന് ഇടിച്ച് വെക്കാം. ഇഞ്ചി ഒരു 2 ഇഞ്ച് കഷ്ണം ഇഞ്ചി, ഒരു 4-5 വലിയ വെളുത്തുള്ളിയാണ്. അതുകൊണ്ടാണ് ഞാൻ 4-5 എണ്ണം എടുത്തത്. നിങ്ങൾക്ക് കുറച്ച് ആവശ്യത്തിന് ഒരു ഇഞ്ചി എത്ര വേണോ ആ വെളുത്തുള്ളി, അതിന് കണക്കായിട്ടുള്ള വെളുത്തുള്ളി നിങ്ങൾ എടുത്തോളി. പിന്നെ അതൊന്ന് ഇടിച്ചാൽ മതി. ആ ഇടിച്ചതിൻ്റെ കൂട്ടത്തിൽ ഒരു 5 പച്ചമുളക്. ഇത് വളരെ എരിവ് കുറഞ്ഞൊരു പച്ചമുളക്, അതുകൊണ്ട് 5 എണ്ണം എടുത്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ പച്ചമുളക് എരിവ് കൂടുതലാണെങ്കിൽ 2-3 എടുത്താൽ മതി. കാരണം കുഞ്ഞുങ്ങളായി ഇത് വളരെ ഇഷ്ടപ്പെട്ട് തിന്നുക, പിന്നെ അതും കൊണ്ട് പാടായിരിക്കും. അതൊരു 3/4 വേവ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി ഒരു അരിപ്പയിലിട്ട് അരിച്ച് വെക്കാം. 3/4 വേവാണേ വേവാവും. അധികം വെന്താൽ അപ്പാട് ഒട്ടിപ്പോവും. അരിച്ച് വെക്കട്ടെ. വെന്ത് പോയി എന്ന് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് തണുത്ത വെള്ളം അതിൻ്റെ മേലെ കൂടി ഒഴിച്ച് പെട്ടെന്ന് തണുപ്പിച്ച് കളഞ്ഞാൽ മതി. ഇനി നമുക്കിത് 2 കപ്പ് 2 വലിയുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 20 പുതിന, പിന്നെ 4 തക്കാളി. അതേ പുതിനേൻ്റെ അളവിൽ തന്നെ മല്ലിയില, ഇടിച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക്. ഇത്രയാ കാര്യമായിട്ട് വേണ്ടത്. 2 കപ്പ് സേമിയക്ക് 2 വലിയുള്ളിയാണേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇപ്പം ഉള്ള വില നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ ഒരു കഷ്ണം ജാതിക്ക, ഒരു കഷ്ണം ജാതിപത്രി, 3 ഏലക്കായ്, 2 കഷ്ണം പട്ട, 2 പിന്നെ കറുപ്പേൻ്റെ ഇല, പിന്നെ 4 ഗ്രാമ്പു. പിന്നെ ഇതിലിപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് കുറഞ്ഞു പോയാലോ കൂടിപ്പോയാലോ ഒന്നും പ്രശ്നമില്ല കേട്ടോ. അതെല്ലാം നമ്മളെ ടേസ്റ്റിനനുസരിച്ച് നമ്മളങ്ങ് ചേർത്ത് കൊടുക്കൽ തന്നെയേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ചൊരു അളവും ഒന്നുമില്ല. അധികം ആയിപ്പോണ്ട. 1 ടീസ്പൂണോ 1/2 ടീസ്പൂണോ അത് നിങ്ങളെ ഇഷ്ടം. പെരുംജീരകം, ഇതെല്ലാം ഒരു മണം വരണം. അപ്പോൾ ആദ്യം ഒരു കടായി അടുപ്പിൽ വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആദ്യം പെരുംജീരകം ചേർത്ത് കൊടുക്കാം. പെരുംജീരകം പൊരിഞ്ഞ് വരുമ്പോൾ ആദ്യം കറുപ്പേൻ്റെ ഇല ചേർത്ത് കൊടുക്കാം. പിന്നെ കറുപ്പേൻ്റെ ഇല ഇങ്ങനെ ഇട്ട് കൊടുത്താലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ
നമുക്ക് ഇത് ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ ഓരോന്നോരോന്നായിട്ട് എല്ലാം പെറുക്കി കളയാം. ഇല്ലെങ്കിൽ എൻ്റെ മക്കൾ ഭയങ്കര കച്ചറിയായിരിക്കും. അയ്യോ അമ്മേ ഇത് കടിച്ചു പോയി അത് കടിച്ചു പോയി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് പൊരിഞ്ഞ് വരുമ്പോൾ നമുക്കതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. പൊരിയട്ടെ. 2 കപ്പ് സേമിയക്ക് 2 വലിയുള്ളിയാണേ. 2 വലിയുള്ളി എന്ന് പറഞ്ഞാൽ ഇപ്പം ഏതാ വില? അടുത്തൂടെ 100 റുപ്യ. അതിലാവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട്, ഉപ്പ് നോക്കി ചേർക്കണം. കാരണം നമ്മൾ സേമിയയിൽ ഉപ്പ് ചേർത്തതുകൊണ്ട് ഇതിൽ ഉപ്പ് കൂടിപ്പോവാണ്ട് നോക്കണം. വേണമെങ്കിൽ അവസാനം ഒരു സമയമുണ്ട്, ആ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഇതെല്ലാം ഇളക്കി ഉള്ളി വാടി വരുമ്പോൾ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ലോണം ഒന്ന് ഇളക്കിയാൽ അതിൽ നിന്നുണ്ടൊരു വെള്ളം ഇറങ്ങും. ആ വെള്ളം ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അത് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. അത് ഇത് മൂടുന്ന എന്നോട് കാണിക്കുമോ വിട്ടുപോയി കേട്ടാ. മൂടിയിട്ട് ഇത് വെന്ത് നല്ലോണം പശ ഇളകി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ ഇടിച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതങ്ങ് ചേർത്ത് കൊടുക്കുക. ഇത് ഇങ്ങനെയും ചേർക്കാം. അത് ചോദിക്കും, പലരും ചോദിക്കും ഉള്ളി വാടി അന്നേരം തന്നെയല്ലേ ഇഞ്ചിയും വെളുത്തുള്ളി ചേർക്കുമെന്ന്. ഇനി അങ്ങനെ പ്രത്യേകിച്ച് ഭക്ഷണത്തിനൊന്നും ഒരു നിയമവും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരിക്കൽ ഇങ്ങനെയും ചേർക്കും, ഒരിക്കൽ തക്കാളി ചേർക്കുന്നതിന് മുമ്പേ ചേർക്കും, ഒരിക്കൽ ഉള്ളി ഇടുന്നതിൻ്റെ മുമ്പേ മറ്റേ മസാലകളെല്ലാം പൊരിഞ്ഞ പാടിട്ടിട്ട് അന്നേരവും വറക്കും. അത് ഓരോന്നിന് ഓരോ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതായത് ഇത് ഇടിക്കുക ചെയ്യാവോ അരക്കറ് പറഞ്ഞ്. അരച്ചാൽ ഒരു ടേസ്റ്റാണ്, ഇടിച്ചാലൊരു ടേസ്റ്റാണ്, മുറിച്ചിട്ടാൽ വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ അത് നിങ്ങളെ ഇഷ്ടം എന്തെന്നാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർക്കാം. ഇനി നമ്മളെ മല്ലിയും പുതിനയും കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കാം. ഇപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. മഷ്റൂം ചേർത്ത് കൊടുക്കണം. മഷ്റൂം ചേർത്താൽ അതിൽ നിന്നൊരു വെള്ളം ഇറങ്ങും. തക്കാളീനെ പോലെ തന്നെ അതിൽ നിന്നൊരു വെള്ളം ഇറങ്ങി വരാനുണ്ട്. അതങ്ങനെ അങ്ങ് നല്ലോണം എന്നിട്ട് ഇളക്കി ചേർത്തിട്ട് കുറച്ച് നേരം മൂടി വെച്ചാൽ അത് നല്ലോണം വേഗം വേവും. 2-3 മിനിറ്റേ വേണ്ടു വേവ്. നല്ലോണം ഇളക്കിയിട്ട് മൂടി വെച്ച് അതിന് മുന്നേ നമുക്ക് നമ്മളെ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇത് കാശ്മീരി ചില്ലിയാണേ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഏതാ മുളക് വേണ്ടതെന്ന് വെച്ചാൽ ചേർക്കാം. മറ്റേ മുളകാകുമ്പോൾ ഞാൻ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട്. ഇത് എൻ്റെ സ്പൂണ് ചെറുതായതുകൊണ്ടാണ് 3 പ്രാവശ്യം ഇട്ട് ഞങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. കറക്റ്റ് സ്പൂണല്ല എൻ്റെ അടുത്തുള്ളത്. എൻ്റെ അടുത്ത് വളരെ ചെറിയ സ്പൂണാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊതുവേ ആരും ഇടൂല, പക്ഷേ അന്നേരം അതിൻ്റെ ഒരു റെഡ് കളർ നല്ലോണം എടുത്ത് കാണിക്കുകയെന്ന് പറയും. പക്ഷേ എനിക്ക് ഇഷ്ടമല്ല, ഞാൻ മഞ്ഞൾപ്പൊടി ഇടാണ്ട് ഞാൻ ഉണ്ടാക്കൂല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, വേണ്ടെങ്കിൽ വിടാം. നല്ല ഇളക്കിയിട്ട് ഇത് മൂടി വെച്ചിട്ട് ഇതിൽ നിന്നിപ്പോൾ ഒരു വെള്ളം ഇറങ്ങി ഇത് നല്ലൊരു ഗ്രേവി പോലെ ആയി വരും. അന്നേരം അത് അങ്ങനെ തന്നെ കറിയായിട്ടും കൂട്ടാം. നല്ല ടേസ്റ്റായിരിക്കും. അതൊരു ചപ്പാത്തിക്കും ദോശക്കെല്ലാം പറ്റിയൊരു കറിയായിരിക്കും. ഇങ്ങനെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഉപയോഗിക്കാം. അതല്ല ഇതിപ്പോൾ നമ്മളിപ്പോൾ സേമിയ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ വഴനേൻ്റെ ഇലയും അതും ഇതെല്ലാം കാണുമ്പോൾ എടുത്ത് മാറ്റാം കേട്ടോ. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തൈര് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ എൻ്റെ അടുത്തുള്ളത് കട്ടിയുള്ള തൈരല്ല, അതുകൊണ്ടാണ് കുറച്ച് വെള്ളം പോലെ ആയത്. തൈര് ഒഴിച്ചു കൊടുത്തിട്ട് 1-2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കൊടുത്താൽ നമുക്ക് നല്ലൊരു ഗ്രേവി കൺസിസ്റ്റൻസി കിട്ടുക. അങ്ങനെ ഒരു ഗ്രേവി ആകുമ്പോൾ നമുക്ക് സേമിയ ചേർത്ത് കൊടുക്കേണ്ട. കാരണം നമ്മൾ 3/4 ഭാഗം വേവല്ലേ സേമിയ വേവിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൽ കിടന്ന് ഒന്നും കൂടി വേവണ്ടേ. അപ്പോൾ ഈ സമയത്ത് ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഉപ്പ് കുറവാണ്, ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. നല്ലോണം
ഇളക്കി എടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്ക് കുറച്ച് ഒരു ടീസ്പൂൺ വേണമെങ്കിൽ അത് ഓപ്ഷണല നെയ്യ് ചേർത്തിട്ട് ഒന്ന് മൂടി വെക്കാം. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പുതിനയോ മല്ലിയോ അത് വേണമെങ്കിൽ ഇടുകയും ചെയ്യാം കേട്ടോ. ഞാൻ അങ്ങനെ ചേർക്കുന്നില്ല, ഞാനിത് മാത്രം. എന്നിട്ടൊന്ന് ഇളക്കിയെടുത്താൽ സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്, നല്ലൊരു ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ നിങ്ങളിത് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. കണ്ട ഈ സമയത്ത് കണ്ട അതിൻ്റെ മേലെയുള്ള ആ വഴനയില ഇതിങ്ങനെ എടുത്ത് ഞാൻ മാറ്റിക്കളയും. ഓരോന്നിങ്ങനെ എടുത്ത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുമ്പോൾ എടുത്ത് മാറ്റിക്കളയും, ഇല്ലെങ്കിൽ കച്ചറയായിരിക്കും ഇവിടെ. പിന്നെ അടുത്ത ആഴ്ച വേറൊരു ഡിഷുമായിട്ട് വരുന്നത് വരെ